ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിനമാകുന്ന ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ വളരെ ശക്തമായി നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് ദൈവം കൃപ നൽകി. അതിൻ്റെ ക്ഷീണങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം. എങ്കിലും ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിനത്തിൽ ഉപവാസ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറയുവാനായിട്ടിടയാൽ ഇന്ന് ഒരു ഭക്തനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കും. യോസഫ് തന്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയങ്കി അവർ ഊരി അവനെ എടുത്തു ഒരു കുഴിയിൽ ഇട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് യോസഫിനെ കുറിച്ച്. യോസഫിനെ കുറിച്ച് പറയുന്നത് കണ്ടോ, അവനൊരു നിലയങ്കി ധരിച്ചിരുന്നു. ആ നിലയങ്കിയെ ഊരിയെടുത്തു? തന്റെ സഹോദരന്മാർ ഊരിയെടുത്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യോസഫ് എന്താ മറ്റു സഹോദരന്മാരെക്കാൾ ശ്രേഷ്ഠനായി മാറിയത്? അവൻ അപ്പന്റെ ഇഷ്ടപുത്രനായതുകൊണ്ടാണ് അവനൊരു നിലയങ്കി കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മറ്റുള്ളവരെക്കാൾ നമ്മൾ വ്യത്യസ്തരാകണമെങ്കിൽ നമ്മുടെ ദൈവം നമ്മെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കുമ്പോൾ മറ്റാർക്കുമില്ലാത്ത വിശേഷമായ വസ്ത്രങ്ങൾ സർവശക്തനായ ദൈവം നമുക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യോസഫ് മറ്റുള്ളവരെ പോലെയല്ല, മറ്റുള്ള സഹോദരന്മാരെ പോലെയല്ല. അവൻ വ്യത്യസ്തനായതുകൊണ്ട് അവന്റെ അപ്പൻ അവനൊരു നിലയങ്കി എന്ത് ചെയ്തു? കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് പറയുന്നത് യാക്കോബിന്റെ മക്കളിൽ ഏറ്റവും ഇളയ മകനാണ് ആര്? യോസഫ്. സ്തോത്രം. അതിലപ്പുറമായിട്ട് വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ട് യോസഫിനെ യാക്കോബ് എന്ത് ചെയ്തു? സ്നേഹിച്ചു. മറ്റുള്ളവരെക്കാൾ അധികം എന്ത് ചെയ്തു? സ്നേഹിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് യോസഫിനെ മറ്റുള്ളവരെക്കാൾ അധികം എന്ത് ചെയ്തു? സ്നേഹിച്ചു. അപ്പൊ ഈ മറ്റുള്ളവരെക്കാൾ അധികം സ്നേഹിക്കണമെങ്കിൽ മറ്റുള്ളവരെക്കാൾ യോസഫ് ആരായി മാറണം? വ്യത്യസ്തനല്ലേ? അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ യോസഫിനെയും എന്ത് ചെയ്യുമായിരുന്നു? ആടുമേക്കാൻ പറഞ്ഞുവിടുമായിരുന്നു. സ്തോത്രം. നോക്കണമേ, യോസഫ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? യോസഫിനുണ്ടായിരുന്നു. അതാണ് യോസഫിന്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്. യോസഫ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെ ദൈവിക ദർശനങ്ങൾ അവരെന്ത് ചെയ്യും? കാണും. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെന്ത് ചെയ്തില്ല? അത്രമാത്രമൊന്നും പ്രാർത്ഥിക്കത്തില്ല. അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ എന്തുണ്ടാകും? പ്രശ്നങ്ങൾ ആരിൽ നിന്ന് ആ പ്രശ്നം ഉണ്ടാകുന്നത്? ആദ്യം സ്വന്തം സഹോദരങ്ങൾ തന്നെ അവനെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി.
സഹോദരന്മാരുടെ അടുക്കൽ യോസഫ് വെറുങ്കൈയോടെയാണോ പോയത്? അല്ലല്ലേ? സ്തോത്രം. അവർക്ക് ആഹാരവുമായിട്ടാണ് ആര് പോയത്? യോസഫ് പോയത്. പക്ഷേ അവർ കണ്ടപ്പോൾ, ദൂരെ നിന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ പറയുന്നതാ വരുന്ന സ്വപ്നക്കാരൻ, അവനെ നമുക്കെന്ത് ചെയ്യാം? ഒന്ന് കളയാമെന്നാണ് ആദ്യം അവരെന്ത് ചെയ്യുന്നത്. സഹോദര സ്നേഹം ഇല്ലാതെ എന്ത് ചെയ്യാം? അവനെ ഒന്ന് കളയാം, അവനെ നശിപ്പിച്ച് കളയാം, അവന്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് സ്തോത്രം. ഹല്ലേലൂയ. അവനെ നശിപ്പിച്ച് കളയുവാൻ സഹോദരന്മാർ എന്ത് ചെയ്യാം? കൂടി ആലോചിക്കുമ്പോൾ സ്തോത്രം, പ്രാർത്ഥിക്കുന്നവരെ വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പോ പ്രാർത്ഥിക്കുന്നവൻ എന്തുണ്ട്? പോരാട്ടമുണ്ട്, പ്രതികൂലമുണ്ട്, അവന് കഷ്ടതകളുണ്ട്, അവന് വേദനകളുണ്ട്, അവന് നിന്ദകളുണ്ട്, അവന് പരിഹാസമുണ്ട്. പക്ഷേ മറ്റുള്ളവരെ പോലെ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രതികരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. വാളിന് വാളും വെട്ടിന് വെട്ടും കണ്ണിന് കണ്ണും അടിക്കടിയും അവന് അതൊന്നും പറ്റത്തില്ല. സ്തോത്രം. അവന് മുട്ടുമടക്കുവാൻ ഒരിടമുണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിങ്കല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പാദപീഠത്തിരിക്കുന്ന ദൈവവൈദ്യനറിയാം, എന്റെ ദർശനത്തിന് എനിക്കൊരു അവധി, എന്റെ ദർശനത്തിന് ഒരു അവധി വച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് ദർശനം തന്ന എന്നെ വിളിച്ചവൻ അറിയാം, എനിക്ക് വേണ്ടി കരുതുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. അതാ വരുന്നടാ സ്വപ്നക്കാരൻ എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചു കൊല്ലുവാൻ വേണ്ടി സഹോദരന്മാർ തീരുമാനമെടുത്തിട്ട് സ്തോത്രം, അതിൽ നിന്ന് അല്പം അവരെന്ത് വ്യതിചലിച്ചിട്ട് യോസഫിനെ എടുത്തെത്തിയിരുന്നു, ഒരു പൊട്ടക്കുഴിക്കകത്തിട്ടു. വെള്ളമില്ലാത്ത പൊട്ടക്കുഴിക്കകത്തിട്ടു. സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. യോസഫ് എന്തുമാത്രം കരഞ്ഞു കാണും. നിലയില്ലാത്ത കരച്ചിൽ. സ്തോത്രം. ചേട്ടാ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നതാണ്? നിലവിളിച്ചു കാണും. എന്നെ രക്ഷിക്കണമേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളെ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളെ സ്തോത്രം, നിങ്ങൾക്കെതിരായിട്ട് ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് യോസഫ് നിലവിളിച്ചു കാണും. സ്തോത്രം. എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു കാണും. എന്നോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ചു കാണും. എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു കാണും. നോക്കണമേ, ആരെ അന്തമില്ലാത്ത ആയുസിന്റെ അറ്റത്ത് നിന്നുകൊണ്ട് അവൻ നിലവിളിക്കുകയാ. സ്തോത്ര. പുട്ടക്കുഴിക്കകത്ത് കിടന്നുകൊണ്ട് അവൻ നിലവിളിക്കുകയാ, എന്റെ സഹോദരന്മാരെ എന്നെ രക്ഷിക്കണമേ എന്ന്. സ്തോത്രം. സഹോദരന്മാരാരും കേൾക്കാതിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്വർഗം കേട്ടു. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ ആരാധിക്കുന്നവര്, നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സഹോദരന്മാർ കേട്ടില്ലേ? നമ്മുടെ ബന്ധുക്കൾ കേട്ടില്ലേ? നമ്മുടെ ചാർച്ചക്കാർ കേട്ടില്ലേ? നമ്മുടെ ചാർച്ചക്കാരും നമ്മുടെ സ്നേഹിതരും കേട്ടില്ലേ? നമുക്കിവിടെ പ്രാർത്ഥനയെ കേൾക്കുന്ന, നമ്മുടെ നിലവിളിയെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പൊട്ടക്കിഴിയിൽ കിടന്നുകൊണ്ട് സഹോദരന്മാരോട് നിലവിളിച്ച് എന്നെ രക്ഷിക്കണമേ, എൻ്റെ സഹോദരങ്ങളെ പറഞ്ഞു നിലവിളിച്ചു. അവരാരും നിലവിളി കേട്ടില്ല. അടുത്തവൻ നിലവിളിക്കുക, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിടരുതേ എന്ന് പറഞ്ഞ് അവൻ അടുത്ത് നിലവിളിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആരടുത്ത് നിലവിളിക്കാൻ തുടങ്ങി? സർവശക്തനായ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. സ്തോത്ര. ദൈവമേ, നീ എന്നെ കൈവിടരുതേ, ഈ പൊട്ടക്കുഴിക്കകത്ത് എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ദൈവം അവന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്, ഉന്നതങ്ങളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോഴാ കണ്ടേ, സ്തോത്രം,
മിസ്രൈമിലേക്ക് കടന്നു പോകുന്ന ഇസ്മായിലിയുടെ സന്തതിയാകുന്ന ഒരു കച്ചവട ഗ്രൂപ്പിനെ ആര് കാണുകയാണ്? ഈ ഇസ്രായേൽ മക്കൾ കാണുകയാണ്. സ്തോത്രം. അവിടെ എഴുന്നേറ്റ് നിന്ന് യഹൂദ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവനെ കൊന്ന് ഇവന്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ വരുത്താതെ ഇവർക്ക് എന്ത് ചെയ്ത് കളയാ? വിറ്റുകളയാ. സ്തോത്രം. നോക്കണമേ, അവനെ സഹോദരനെ വിറ്റ് കാശാക്കാൻ നിൽക്കുന്ന ഒരു സഹോദര വർഗം. നമ്മെ വിറ്റ് കാശാക്കാൻ നിൽക്കുന്ന ഒരു സഹോദര വർഗത്തെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. യോസഫിനെ ആർക്ക് വിറ്റു? ഇസ്മായേലിയർക്ക് വിറ്റു. സ്തോത്രം. പൊട്ടക്കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി അവനെ ആർക്ക് വിറ്റു? ഇസ്മായേലിയർക്ക് വിറ്റു. സ്തോത്രം. രൂപേ ഇതൊന്നും അറിയാതെ തപ്പി സ്തോത്രം ഇവരെ സഹോദരന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ രക്ഷിക്കാമെന്ന് പറഞ്ഞ് രൂപേൻ എന്ത് ചെയ്തു? ഓടി വന്നു. പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ല. അതിനു മുമ്പേ ഇവരെ എന്ത് ചെയ്തു? വിറ്റുകളഞ്ഞു. സ്തോത്രം. ഒന്ന് വായിച്ചേ, അതിന്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചേ. കണ്ടോ? 20 വെള്ളിക്കാശിനും ആർക്ക് വിറ്റു? ഇസ്മായേലിയർക്ക് വിറ്റു. അവർ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. രൂബേൻ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസഫ് കുഴിയിൽ ഇല്ല എന്ന് കണ്ടു. തന്റെ വസ്ത്രം കീറി സഹോദരന്മാരുടെ അടുക്കൽ വന്നു. ബാലനെ കാണുന്നില്ലല്ലോ, ഞാൻ ഇനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, രൂപേൻ അവിടെ കിടന്ന് എന്ത് ചെയ്യാ? ഇനി വസ്ത്രം കീറുക എന്ന് പറയാൻ എന്താണ്? വസ്ത്രം കീറുക ജീവിതത്തെ കീറുന്നതിന് തുല്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ശ്രോത്രം വളരെ വേദന വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വസ്ത്രമൊക്കെ പിടിച്ച് കീറുന്ന. ശ്രോത്രം. അടുത്ത് ഒരു വാക്ക് അതിന്റെ 31-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു. പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസഫിന്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി അവർ നിലയങ്കി അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നോക്കണമേ, സഹോദരന്മാർ കാണിച്ചത് കണ്ടോ? തൻ്റെ സഹോദരന്റെ രക്തമെന്ന് പറഞ്ഞ് ആരുടെ രക്തത്തെ ചൊരിയിച്ചു? ഒരു കോലാട്ടുകൊറ്റന്റെ രക്തത്തെ ചൊരിയിച്ചു. സ്തോത്രം. നോക്കണമേ, എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ഒരു കോലാട്ടുകൊറ്റൻ അറുക്കപ്പെട്ടു. സ്തോത്രം. അവന്റെ രക്തത്താൽ നമുക്ക് നീതീകരണമുണ്ടായി. നാം മരണം ആസ്വദിക്കാതിരിപ്പാൻ അവൻ കാൽവരി കുലക്കളത്തിൽ മരണം ആസ്വദിച്ചു. നമ്മൾ ജീവിക്കേണ്ടതിന്, നമ്മൾ ജീവനോട് ഇരിക്കേണ്ടതിന് നോക്കണമേ, അവൻ കോലാട്ടുകൊറ്റനാൽ അവൻ കാൽവരി കുലക്കളത്തിൽ നമുക്ക് വേണ്ടി പ്രാണയാഗമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനെന്നറിയാമോ? നമ്മൾ ജീവനോട് ഇരിക്കേണ്ടതിന്. ഹല്ലേലൂയ. അവൻ തന്റെ രക്തം നമുക്ക് വേണ്ടി നൽകി. അവന്റെ രക്തത്താൽ നമുക്ക് നീതീകരണം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവരൊരു കോലാട്ടുകൊറ്റനെ ഒന്ന് കോലാട്ടുകൊറ്റൻ വല്ലത് പറഞ്ഞു. സ്തോത്രം. കോലാട്ടുകൊറ്റൻ ഒന്നും പറഞ്ഞില്ല. പാപമറിയാത്തവൻ, നിഷ്കളങ്കൻ, നിർമ്മലൻ, നിർദോഷൻ, അവൻ നമുക്ക് വേണ്ടി മരിക്കപ്പെട്ടു. സ്തോത്രം. ഇവിടെ യോസഫിന് വേണ്ടി ഒരു കോലാട്ടുകുറ്റൻ മരണപ്പെടുകയാണ്.
കൊല്ലപ്പെടുകയാ. സ്തോത്രം. എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരിയിൽ ഒരു കോലാട്ട് ഒറ്റന ചെയ്തു മരണപ്പെട്ടു. സ്തോത്രം. എന്തിനാ? നമ്മൾ ജീവിക്കേണ്ടതിന്, ജീവന്റെ പുതുക്കത്തിൽ അവനെ ആരാധിക്കേണ്ടതിന്, അവനെ നാം നമസ്കരിക്കേണ്ടതിന്, അവനെ നാം സ്തുതിക്കേണ്ടതിന് അവൻ അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. യോസഫ് രക്ഷപ്പെട്ടല്ലേ? സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ സ്തോത്രം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. പുസ്തകനായ പൗലോസ് പറയുന്നത് ഇങ്ങനെ: ഹേ മരണമേ, നിന്റെ ജയം എവിടെ? സ്തോത്രം. നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുണ്ട് എവിടെ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വിഷമുള്ളവിടെ എവിടെ? പാപമാണ്. പാപത്തെ കാൽവരിയിൽ തകർത്തു. പാപത്തിന്റെ ശക്തിയെ ആര് തകർത്തു? നമ്മുടെ അരുമനാഥൻ തകർത്തു. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയാ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് എന്ന് പറഞ്ഞേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു കോലാട്ടുകുറ്റൻ തകർക്കപ്പെട്ടു. ഇവിടെ യോസഫിന് വേണ്ടി ഒരു കോലാട്ടുകുറ്റൻ എന്ത് ചെയ്തു? തകർക്കപ്പെട്ടു. ആരുടെ രക്തം അവിടെ എത്തി? പിതാവിന്റെ അടുക്കൽ ഈ നിലയങ്കിയെയും പിടിച്ചുകൊണ്ട് സഹോദരന്മാർ പോയി നിൽക്കുകയാ. ഇതാ നിന്റെ മകന്റെ അങ്കി തന്നെയോ? സ്വന്തം അപ്പനോട് മക്കൾ ചോദിക്കുക, ഇത് നിന്റെ മകന്റെ അങ്കി തന്നെയോ? സ്വന്തം മകൻ കൊണ്ടുവന്നതെല്ലാം വാങ്ങി ഭക്ഷിച്ചവരാണ്. പറയുന്നത് നിന്റെ മകന്റെ അങ്കി തന്നെയോ? ഒരു മൃഗം അവനെ തിന്നുകളഞ്ഞു. സ്തോത്രം. പാപത്തിന്റെ മൃഗം. പാപം എന്തായി മാറും? മൃഗമാകും. ഒരു മൃഗം അവനെ കടിച്ചു കീറി. സ്തോത്രം. പാപം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ ആരായി മാറുന്നത്? മൃഗമായിട്ട് മാറുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് കയ്യനോട് പറയുക, പാവം വാതിൽക്ക് കിടക്കുക, നീ അതിനെ ജയിക്കണം. സ്തോത്രം. അവൻ ജയിച്ചോ? ഇല്ല. അവൻ മൃഗമായി മാറി. തൻ്റെ സഹോദരനെ സ്നേഹത്തോടെ വിളിച്ച് വയലിലേക്ക് കൊണ്ടുപോയി അവനെ അടിച്ചു കൊന്നുകളഞ്ഞു. സ്തോത്രം. അവന്റെ രക്തം നിലത്ത് കിടന്ന് ദൈവത്തോട് നിലവിളിച്ചു. സ്തോത്രം. ദൈവം രക്ത തുള്ളികൾ അവിടെ കിടന്ന് നിലവിളിക്കുന്ന ഹാബേലിന്റെ രക്തം നിലവിളിക്കുന്നത് ദൈവം കേട്ടു. സ്തോത്രം. ദൈവം നിലവിളിയെ കേട്ടിട്ട് സ്തോത്രം കയ്യിനോട് ചോദിച്ചു. സ്തോത്രം. കയ്യിനെ നിന്റെ അനുജനായ ഹാബേൽ എവിടെ? സ്തോത്രം. രക്തം നിലവിളിക്കുമല്ലേ? യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി മധ്യസ്ഥത പറയുകയാണ്. ഹല്ലേലൂയ. ആ കോലാട്ടുകുറ്റൻ അറുക്കപ്പെട്ടത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 32-ാം വാക്യം ഒന്ന് ഓടിച്ചത് വായിച്ചുവിട്ട്. യാക്കോബ് വസ്ത്രം കീറിട്ട് ശീല ചുറ്റി ഏറിയ നാൾ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കണം. ഏറിയ നാൾ യാക്കോബ് ദുഃഖിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിൽ വിട്ടിട്ട് സർവശക്തനായ ദൈവം ഏറെ നാൾ ദുഃഖിച്ചുകൊണ്ടിരുന്നു. അവൻ അനുഭവിക്കുന്ന വേദനകൾ, അവൻ അനുഭവിക്കുന്ന നിന്ദകൾ, പരിഹാസങ്ങൾ, ദൂഷികൾ, സ്തോത്രം, ഏറെ നാൾ ദൂഷിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. മനുഷ്യൻ അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുഃഖിച്ചു. നമ്മുടെ അരുമനാഥൻ ദുഃഖിച്ചു. സ്തോത്രം. അവൻ മുറുകപ്പെട്ടു, അവൻ തകർക്കപ്പെട്ടു, അവൻ അടിക്കപ്പെട്ടു. സ്തോത്രം. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു
ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ചുരുക്കം പേരാ സ്തോത്രം ഹല്ലേലൂയ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത ആ അൽമനാഥന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാമോ? സ്തോത്രം. യോസഫിന് വേണ്ടി ഒരു കോലാട്ട് കുറ്റൻ അറുക്കപ്പെട്ടെങ്കിൽ, കൊല്ലപ്പെട്ടു എങ്കിൽ, സ്തോത്രം നമുക്ക് വേണ്ടി കാൽവരിയിൽ നമ്മുടെ അരുമനാഥനായ കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്തു? അറുക്കപ്പെട്ടു. സ്തോത്രം. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ അരുമനാഥൻ നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. നമ്മൾ ഭാരപ്പെടേണ്ട. പ്രയാസങ്ങൾ കടന്നു വരും. സ്തോത്രം. ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ കടന്നു വരും, പ്രയാസങ്ങൾ കടന്നു വരും, വേദനകൾ കടന്നു വരും. ഹല്ലേലൂയ. എന്നാലും നാം തകർക്കപ്പെടുവാൻ അവൻ നമ്മെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. സഹോദരന്മാർ കൊല്ലുവാൻ ആഗ്രഹിച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുക. നമ്മുടെ ദൈവം മതിയായവനാ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ ഇടയ്ക്കാം, ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിത്യനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ,